അത് ഞാൻ അവൾ കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ല കേട്ടോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. ഒരു മില്ലിന് അടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ആളെ പേര് എനിക്ക് പറയണ്ടല്ലേ? കാണിച്ചു കൊടുത്തു. എന്നിട്ടൊരു വിശ്വാസമില്ലാണ്ട് പോയിട്ട് വീട് ചെയ്ത് ഞാൻ എന്താ പറയാന്ന് ഞാൻ ആലോചിക്കുന്നത്. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിലങ്ങ് ഊരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. ഞാൻ വേഗം ഫോൺ താഴ്ത്തി പിടിച്ചു. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ചിരിയും വരും. അതിലേറെ എന്നാ പറയുക, പറഞ്ഞിട്ട് കാര്യമില്ല. ജാസിയുടെ വീഡിയോ ഇതിന് മുമ്പ് കുറേ എല്ലാം ഒരെണ്ണം ഞാൻ ചെയ്തിട്ടുള്ളൂ. കാര്യം ജാസി ഒരുപാട് പ്രഗ്നൻ്റ് ആണെന്നും പറഞ്ഞിട്ട് ഒരുപാട് അന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയുകയും ചെയ്തായിരുന്നു. ഇവർക്ക് ഇനി ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനാണ് ആഗ്രഹമെങ്കിൽ ഓക്കെ, അവർക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ കോലങ്കട്ടിലൊക്കെ കേട്ടാൽ നമ്മൾ അംഗീകരിച്ച് കൊടുക്കാം. അവർ സ്വയം ഒരു അമ്മയാകാനായിട്ട് അവരുടെ മനസ്സിനെ പാകപ്പെടുത്തി വരുന്നതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എങ്കിൽ ഇത് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്ന അറിയത്തില്ലായിരുന്നു. കുറേ നാൾ ഗർഭം എന്ന് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞേച്ച് 5 മാസമായി എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അവർ പൂർണ്ണമായിട്ടൊരു സ്ത്രീ. അവർ പറയുന്നത് അവരങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അവരുടെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഞാനൊരു സ്ത്രീയായി മാറി, ഞാൻ ഭയങ്കര സന്തോഷവതിയാണ് എന്നൊക്കെ പറഞ്ഞ് അന്ന് തൊട്ടേ. പക്ഷെ ഇവരെ പറഞ്ഞു വരുന്ന കേട്ടാൽ നമുക്ക് തോന്നും മറ്റ് സംഭവം കട്ട് ചെയ്താന്നേ തോന്നുള്ളൂ. ഇവർ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ്. പക്ഷേ ചിലർ പറയുന്നു ഇങ്ങനെ ഒരു സർജറിയെ ഒന്നും നടന്നിട്ടില്ല, ഒരു മറ്റെന്നോ അസുഖത്തിന് വേണ്ടി പോയി ഹോസ്പിറ്റലിൽ കിടന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇവർ ഓരോന്നും ഇവർ തന്നെ പറയുന്നുണ്ട് ഇവർ സർജറി ചെയ്തു എന്നാണ്. ചിലർ പറഞ്ഞ് ബ്രസ്റ്റിൻ്റെയാണ് ചെയ്തത് എന്നിങ്ങനെ പല രീതിക്കുള്ള അത് വരുന്നുണ്ട്. അപ്പോൾ ചിലർ തെളിവ് സഹിതം പുറത്തു വിട്ടിട്ടുണ്ട്. വിവിയുടെയൊക്കെ ചാനലത്രയാണെങ്കിലും അങ്ങനെ ഒരുപാട് ചാനലത്രയൊക്കെ തെളിവ് സഹിതം പുറത്തോട്ട് കുറേ കാര്യങ്ങൾ വിട്ടിട്ടുണ്ട്. അപ്പം ഇതിപ്പം ഈ ഹെലൻ സ്പാഡയും അങ്ങനെ ഒരു കാര്യത്തെ പറ്റി ഇട്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഹെലൻ്റെ അത്ര വീഡിയോസ് ചെയ്ത് പുള്ളിക്കാരി നിർത്തിയതാണ്. അത് ഞാൻ കണ്ടാണ് കേട്ടോ. ഇനി ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തിയതാണ്. അപ്പം ഹെലനാണ് ഇവർ ഈ പരിപാടി കാണിച്ചത്. എത്ര മോശമൊന്നും ഓർത്ത് നോക്കിയ പുറത്ത് നിൽക്കുവാണ് എന്ന് പറഞ്ഞിട്ട് പോലും അത് കേൾക്കാൻ പോലുള്ള മനസ്സ് കാണിക്കാതെ ഒരാളിപ്പം നമ്മളെ പബ്ലിക്കായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് വീഡിയോ കോൾ ചെയ്യുക എന്ന് പറയുമ്പം നമ്മൾ അതിന് ഇങ്ങനെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കില്ല. ആ ഒരു സമയത്ത് ഹെലൻ്റെ ഒരു മാനസികാവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. സത്യം പറഞ്ഞാൽ നമുക്ക് ചിരി വരും. പക്ഷെ പുള്ളിക്കാരി എന്നാ പറയുക, ആ ഒരു സമയത്ത് അങ്ങ് ഇതായി പോയൊന്ന് ഓർത്ത് നോക്കി. നമുക്ക് എന്നാലും ഹെലൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാവേ. പറയുന്ന 1 മില്യൺ അത് എന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ നായി പരമാറി പരപ്പു ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു. എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ എടുക്ക്, വീഡിയോ ഓണാക്ക് മോളെ. ഈ ഞാൻ പറഞ്ഞതാണ് എന്ത്, ഞാൻ പുറത്താണുള്ളത്, വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിലങ്ങ് ഊരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. ഒന്ന് ഓർത്ത് വയ്ക്കുക, ആ ഒരു അവസ്ഥയെ ഓർത്ത് വയ്ക്കേ. പബ്ലിക്കായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഡ്രസ്സ് ഊരുക എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മളങ്ങ് ഇതായി പോകും. കാര്യം എന്നാന്ന് വെച്ചാൽ അതും ഒരു പുരുഷൻ സ്ത്രീ ആയെന്നും പറഞ്ഞാണ്. അദ്ദേഹത്തിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ പുരുഷൻ്റെ തന്നെയല്ലേ അല്ലേ? സത്യത്തിൽ ഇവർ കേസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഹെലനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് 1 മില്യൺ എന്നുള്ള പറഞ്ഞ്. പക്ഷേ ഹെലനെയൊക്കെ തോണ്ടാൻ ചെന്നാൽ ഹെലനൊക്കെ ശരിക്കും ചൊറിഞ്ഞ് മാന്തി കീറി വെച്ചിട്ടേ പോവുള്ളൂ. കാര്യം ബോധമുള്ളവരൊന്നും അവരുടെ അടുത്തോട്ട് ചൊറിയാൻ പോകത്തില്ല. കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് അതുപോലെ ന്യായം ഉണ്ടായിരിക്കണം. നമ്മുടെ ഭാഗത്ത് അതുപോലെ ന്യായമുണ്ടെങ്കിൽ നമുക്ക് കയറി സംസാരിക്കാം, നമുക്ക് ന്യായമായിട്ട് പറയാം. പക്ഷേ ഒരു ന്യായവും ഇല്ലാതെ ഇങ്ങനെയൊക്കെ തോന്നിവാസം കാണിച്ചു. പക്ഷേ ഇവർക്കാണെങ്കിൽ കേസ് കൊടുക്കുക. ഇവർ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് എനിക്കറിയത്തില്ല. കേസ് കൊടുത്താൽ ജാസിക്ക് നല്ല പണി കിട്ടുക തന്നെ ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ ജാസിയെ നമുക്ക് സ്ത്രീയെന്നോ പുരുഷനെന്നോ പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള ഓരോ കമ്മ്യൂണിറ്റി ഉള്ളവരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ചിലർ അങ്ങനെയൊക്കെ, അത് ദൈവത്തിൻ്റെ ഓരോ ഇതെന്ന് ഞാൻ പറയത്തുള്ളൂ. അങ്ങനെയുള്ളവരുണ്ട്. അവരങ്ങനെ ജീവിക്കുന്നെങ്കിൽ അങ്ങനെ ജീവിച്ചോട്ടെ. എത്രയോ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ സൂര്യയൊക്കെ ഇപ്പോഴും ഞാൻ പറഞ്ഞത് സൂര്യയുടെയൊക്കെ എനിക്കൊരു ഭയങ്കര ബഹുമാനത്തോടുകൂടി കാണുന്നൊരു വ്യക്തിയാണ്. കാര്യം അവരൊന്നും ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും അവർ ഇറങ്ങി ഇങ്ങനെ മോശമായിട്ട് അവരവരുടെ ഫാമിലിയിൽ കാര്യങ്ങൾ കാണിക്കാറുണ്ട്. അവർ അച്ചാറ് അങ്ങനെ കച്ചവടം, പിന്നെ ബ്യൂട്ടീഷ്യനാണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വിവാഹവും കഴിച്ച് അവരങ്ങനെയാണ് കാണിക്കുന്നത്. അല്ലാതെ ഇതുപോലെ കള്ളഗർഭം ഉണ്ടെങ്കിൽ അവർ ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവർ കമ്മ്യൂണിറ്റിയിൽ, നല്ലതായിട്ട് ജീവിക്കുന്നവരുണ്ട്. പക്ഷേ ജാസി എന്നതാണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളത്, ജാസി അങ്ങ് വൈറൽ. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ നമ്മുടെ യൂട്യൂബിലുണ്ട്. കാര്യം സ്വയം വൈറലാകാൻ വേണ്ടി ഓരോരുത്തരെ കുറ്റം പറഞ്ഞോ അല്ലെങ്കിൽ മറ്റെന്നേലൊക്കെ ടോപ്പിക് എടുത്തിട്ടുണ്ട് വരും. അത് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവരൊന്നും കൂടെ വൈറൽ. എന്നിട്ട് ലാസ്റ്റ് ഒരു പറച്ചിലും കൂടെയാണ്, ഞങ്ങളെ വെച്ചാണ് ഇവരൊക്കെ ജീവിക്കുന്നതെന്നുള്ളത്. ഇത് പബ്ലിക്ക് വന്ന് പറഞ്ഞിട്ടല്ലേ ഇത് ഇവരെ വെച്ച് ജീവിക്കാൻ ആൾക്കാർ നോക്കുന്നത് ഇല്ലേ? അല്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യരുടെ കാര്യങ്ങൾ എടുത്ത് ആരെങ്കിലും പറയാൻ നിൽക്കുന്നുണ്ടോ?
എന്നാൽ ഇത് ഒരുപാട് മോശമായി പോയി. കാര്യം എനിക്ക് ചിരി വരുന്നൊപ്പം തന്നെ അതിലേറെ ആ ഒരു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. ഞാൻ വേഗം ഫോൺ താഴ്ത്തി പിടിച്ചു. ഞാൻ പറയട്ടെ, നിങ്ങളൊരു സ്ത്രീ ആവാൻ മെനക്കിടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു. സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ ഒരു റൂമിൽ ഇരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പാടില്ല. ഇതിന് കുറേ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ, കുറേ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അവരെങ്ങനെയും ജീവിച്ചോട്ടെ, നിങ്ങൾക്ക് എന്നാ കുഴപ്പം, പാവം പിടിച്ച് ഇവരുടെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഇവരൊക്കെ ലൈഫ് എന്തിനാണ് നിങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. നമ്മുടെ ലൈഫ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നു പറഞ്ഞാൽ ഈ പബ്ലിക്ക് വരാത്ത ഒരു കാര്യം ആരും എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. ഒന്നാമത് നമുക്ക് അങ്ങനെ നമ്മുടെ ലൈഫിൽ നിന്നാണ് തോന്നുന്നെങ്കിൽ അത് പബ്ലിക്കിലേക്ക് വിടാതിരിക്കുക. അവർ സ്വന്തമായിട്ട് അവരുടെ വീട്ടിൽ മാത്രമായിട്ട് കാര്യങ്ങൾ നിർത്തുക. പുറത്തോട്ട് ഇടുന്നതുകൊണ്ടല്ലേ മനുഷ്യരത് റിയാക്ട് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോ ചെയ്യുമ്പം അതിൽ കമൻറ്റ് ഇടാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്. ദേഷ്യം വന്നു കഴിയുമ്പോഴത്തേക്ക് നല്ല തെറികൾ വിളിക്കുന്നുണ്ട് കമൻറ്റിലൂടെ. അപ്പോൾ അവർക്കൊക്കെ സ്വന്തമായിട്ടൊരു ചാനലും കൂടെ ഉണ്ടെങ്കിൽ അവർ എങ്ങനെയായിരിക്കും അതിലൂടെ ശരിക്കും പ്രതികരിച്ചിരിക്കും. അതുപോലെയുള്ളൂ ഈ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ റിയാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. നല്ലതായിട്ടുള്ളതിന് എന്നും നല്ലതായിട്ടേ നമ്മൾ പറയത്തുള്ളൂ, മോശമായിട്ട് കാണിക്കുന്നതിനെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. എന്നാണേലും ഒരു പബ്ലിക്ക് നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കാമെന്ന് പറയുന്നത് പുള്ളി പെണ്ണാണോ ആണാണോ തെളിയിക്കേണ്ട കാര്യമൊന്നും നാട്ടുകാർക്കില്ല. പുള്ളിക്കാർ തന്നെയാണ് ഞാൻ പെണ്ണാണോ ആണാണെന്ന് പറഞ്ഞ് ഇങ്ങനെ തെളിയിക്കാൻ വേണ്ടി ഓടി നടക്കുന്നത്. അവരെങ്ങനെ ജീവിച്ചാലും അത് അവർക്ക് കൊള്ളാം, അതേ ഉള്ളൂ. ജീവി ഇവരത് പിന്നെ ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ഓണാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ വേഗം ഫോൺ ഇങ്ങനെ മറച്ചു പിടിച്ചു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളത്. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറച്ചു പിടിച്ചേനെ. എനിക്ക് ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ചത് കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. സത്യമല്ലേ, അത് കാണേണ്ട കാര്യമുണ്ട്. നല്ലൊരു പെണ്ണല്ലേ, ഈ ഫിറ്റിങ് ചെയ്തേക്കുന്ന സാധനം നാച്ചുറലായിട്ടുള്ളതൊരു സാധനം കാണേണ്ട കാര്യമില്ലല്ലോ. അത് കാണിക്കേണ്ട. എന്നാൽ ഒരു സ്ത്രീ ആണെങ്കിൽ പോലും ഒരു സ്ത്രീ അങ്ങനെ കാണിക്കുമോ എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ അതുപോലൊക്കെ നടക്കുന്നവരായിരിക്കണം. അതുപോലെയൊക്കെ നടക്കുന്നവരാണെങ്കിൽ മാത്രമേ കാണിക്കുള്ളൂ. ഒരു സ്ത്രീയുടെ മുന്നിലാണെങ്കിൽ പോലും ഒരു പെണ്ണ് ഒരു ഡ്രസ്സ് മാറുമ്പോഴാണെങ്കിൽ പോലും അവളൊരു മറ വെക്കും. കാര്യം അവനവൻ്റെ ശരീരം. അത് ഒരു സ്ത്രീയാണെങ്കിൽ പോലും ഒരു പെങ്കൊച്ചിരിച്ചിട്ട് വളർന്ന് വരുമ്പോൾ സ്വന്തം അമ്മ നിന്നാൽ പോലും ചിലപ്പോൾ ഒക്കെ ഡ്രസ്സ് മാറാൻ മടിയായിരിക്കും. അവൾ ഒറ്റയ്ക്ക് അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അത് മാന്യമായിട്ട് ജീവിക്കുന്നവരുടെയൊക്കെ ഒരു രീതിയാണ്. പക്ഷേ ഈ ജാസി കാണിച്ച എന്നാന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഈ ജാസി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവളൊന്നും വിളിക്കാൻ പറ്റത്തില്ല, അവനൊന്നും വിളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പേര് മാത്രം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഏത് വിളിക്കണ്ടേന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഇവർ സർജറി ചെയ്യാൻ ഭയങ്കര പേടിയുള്ളൊരു വ്യക്തിയാണ്. ഒരു സൂചി പോലും കുത്തുന്ന പേടിയാണെന്നാണ് ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് കിടക്കുന്നത്. എന്നതെല്ലാം ആണോ ഇവർ കാണിച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഇവർ ഭയങ്കര പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു ഈ ഒരു സർജറി നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. വേണമെങ്കിൽ ഹോസ്പിറ്റലുകാർക്ക് കേസ് കൊടുക്കുക. ഇവരെ ഹോസ്പിറ്റലിൽ പേരും പറഞ്ഞാൽ അങ്ങനെയൊക്കെയല്ലേ കാണിക്കുന്നത്. ഇവർക്ക് പൂട്ട് കിട്ടാനാണെങ്കിൽ എല്ലാ വഴിക്കൂടെയും പൂട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവരടങ്ങി ഇരുന്നാൽ ഇവർക്ക് മര്യാദയ്ക്ക് ഇരിക്കാം. ഇവരിങ്ങനെ കിടന്ന് ഓരോന്ന് കാണിച്ച് കഴിയുമ്പോഴത്തേക്കും ആരെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇറങ്ങി തീർന്നാൽ പിന്നെ ജാസിക്ക് ഇരിക്കാനുള്ള സമയം കിട്ടിയെന്ന് വരികയില്ല. ഇനി അടുത്ത സർജറി വല്ലതും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള സമയമൊന്നും കിട്ടിയെന്ന് വരികയില്ല. പിന്നെ നട്ടലുണ്ടാ നിനക്ക്? പിന്നെ എന്റെ പേര് പറയാൻ നിനക്ക് പേടിയാവുന്ന? ധൈര്യത്തിൽ പറ. ഒരാണല്ല നീ, ഒരു പെണ്ണുമല്ല നീ. മനസ്സിലായില്ലേ? ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ. മനസ്സിലായില്ലേ? എന്റെ പേര് പറയാൻ പേടിയാവുന്നുണ്ടോ? അപ്പൊ പിന്നെ കുറെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടുമില്ല. ആ ഒരു സാധനം കൊണ്ട് ഇവരന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നിരുന്ന് പറഞ്ഞത്. എന്താണ്, ബ്രസ്റ്റ് സർജറിയാണ് കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇവർ വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് എന്റെ ബ്രസ്റ്റ് സർജറിയാണ് കഴിഞ്ഞെന്നുള്ളത്. ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എൻറ്റയർ സാധനങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ റെക്കോർഡല്ല, പിന്നെ അല്ലാണ്ട് ഓഡിയോ കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതില് ആ ഓഡിയോ റെക്കോർഡില് ഇപ്പം നിലവിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനോടാണ് ഞാൻ പറയുന്നത്. നിങ്ങള് ഈ പറയുന്ന ജാസിയുമായിട്ട് കമ്പനിയുള്ള നിങ്ങള് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും രഹസ്യങ്ങൾ ആ വോയിസ് നോട്ടിലുണ്ട്. ഇതാണ് പണി കിട്ടുക എന്ന് പറയുന്നത്. നമ്മൾ ഒരാളുടെ കുറ്റം വേറൊരാളോട് പറഞ്ഞാൽ എപ്പോഴെങ്കിലും അവർ തമ്മിൽ അവരുമായിട്ട് നമ്മളൊന്ന് തെറ്റേണ്ടി വന്നാൽ അത് പുറത്ത് പോകുന്നുള്ള കാര്യം സത്യമാണ്. കാര്യം ഇത് ചൊറിഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ പുള്ളിക്കാരി ഇത്രയും നാൾ ഇതിനെപ്പറ്റി എങ്ങും ഒന്നും വേണ്ടിയിട്ട് നേരത്തെ നടന്ന സംഭവങ്ങളൊക്കെയാണ്. അത്രയ്ക്ക് ചൊറിഞ്ഞിട്ടാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇവർ ഡ്രസ്സ് ഊരി കാണിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇവർക്കിത് ചെയ്തു എന്നുള്ളതിന് ഉറപ്പുണ്ടെങ്കിൽ, ഇവരത് ചെയ്തു എന്നാണ് ഇവർക്കത് ഉറപ്പുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഡീറ്റെയിൽസ് കാണുമല്ലോ. നമ്മൾ ഏതിൻ്റെയാണ് ചെയ്തതെന്നുള്ളതിൻ്റെ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അത് ഇവർക്ക് കാണിക്കാമല്ലോ. അതിൻ്റെ ആ ഒരു
ആ ഒരു ഇത് റിസൾട്ട് മാത്രം ഇവർ കാണിച്ചാൽ മതി. ഇതാണ് ഞാൻ ചെയ്ത സർജറി, ഇതാണ് ഞാൻ ചെയ്തത്, ഇതാണ് ഇന്ന ഹോസ്പിറ്റലാണ് ചെയ്തത്, അതിനകത്ത് കൊണ്ടായിരിക്കുമല്ലോ തെളിവൊക്കെ. ഇതൊന്നും അതൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളാണ്. നമ്മുടെ കയ്യിൽ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു പനിക്കാണ് പോയിട്ട് വന്നാൽ പോലും നമ്മുടെ കയ്യിലൊരു ഇത് കാണും. അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ അത് വേണമെന്ന് പറഞ്ഞാൽ അവർ നമുക്ക് തരികയും ചെയ്യും. അങ്ങനെ ഉള്ളിടത്തു നിന്ന് അവർക്ക് ഇനി ഇത് മറ്റുള്ളവരെ ബോധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. ഇത് അങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനൊരു ചെറ്റത്തരം കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെറ്റത്തരവും തന്നെ പറയാൻ പറ്റത്തുള്ളൂ. പച്ചയ്ക്ക് ചെറ്റത്തരവും തന്നെ വേണം പറയാനായിട്ട്. ചെറ്റത്തരം കാണിച്ചെങ്കിൽ ഇവക്കിട്ട് ഈ ജാസി കിടക്കുന്ന നല്ല തല്ലിൻ്റെ കുറവാണ്. എന്നെ മറ്റുള്ളവരെ ഒരു സ്ത്രീയാണെന്ന് ഇങ്ങനെ കിടന്ന് കാണിക്കേണ്ട കാര്യമില്ല. ശരിക്കും ഒരു സ്ത്രീ ആകാൻ അവരുടെ മനസ്സ് തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും ഇങ്ങനൊന്നും കാണിക്കുകയില്ല. ഇനി ഇതുപോലെയുള്ള നാടകങ്ങൾ വല്ലതും കൊണ്ട് ഈ ജാസി വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാധനം ഞാൻ പുറത്തുവിടും, ഉറപ്പാണ്. അപ്പൊ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ അത് ബാധിക്കും. അതെന്റെ വിഷയമല്ല. നിങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ഈ നാറി ഉണ്ടോന്ന് എനിക്കറിയില്ല. ഈ നാറി പലരെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഞാൻ പുറത്തുവിടും, തീർച്ചയായിട്ടും ഞാൻ പുറത്തുവിടും. എനിക്കിനി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങളെ വഴിക്ക് ഞാൻ വിട്ടതാണ്. മനസ്സിലായില്ലേ? ഇത്രയും ആൾക്കാർ ചെയ്തിട്ടും ഞാൻ അന്ന് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അവസാനിപ്പിച്ച സാധനമാണത്. നീ ഉണ്ടല്ലോ, നീ എന്താണ് പേടിക്കുന്നേ എന്റെ പേര് പറയാൻ വേണ്ടിയിട്ട്? ഞാൻ ധന്യാസ് രാജേഷ് എന്ന ഹെലൻ ഓഫ് സ്പാർട്ടയെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്റെ വെച്ച് പിടിപ്പിച്ച സിലിക്കോൺ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ആരാണ് പേടിക്കുന്നേ? അതിന്റെ അപ്പുറത്തൊരു നായിന്റെ മോൻ ചിലക്കുന്നുണ്ട്. വിട്ടുകള നീ ആരാടാ? ഇത് ഹെലൻ പറയുന്നത് ശരിയായിരിക്കും കേട്ടോ. കാര്യം വെച്ചാൽ വിവിയും പറഞ്ഞിട്ടുണ്ട്. ഒരു ട്രാൻസ്ജെൻഡർ വുമണായ നിരഞ്ജന എന്ന് പറഞ്ഞ പുള്ളിക്കാരി കുറേ കാര്യങ്ങൾ വിവിയോട് പറഞ്ഞിട്ടുണ്ട്. ആ വോയിസൊക്കെ അവരുടെ കയ്യിലൊക്കെ ഉണ്ട്, അവരൊന്നും അത് പുറത്തേക്ക് വിട്ടിട്ടില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഇവരുടെ കൈകളിൽ ഒരുപാട് തെളിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇത്ര ധൈര്യമായിട്ടൊന്ന് പ്രതികരിക്കുന്നത്. പക്ഷേ ജാസിയുടെ വിചാരം ജാസി ചെയ്യുന്ന മാത്രമാണ്. ജാസി ഒരുമാതിരി പൂച്ച കണ്ണടച്ച പാൽ കുടിക്കുന്നവരാണ്. മറ്റുള്ളവർക്കൊന്നും ഒന്നും അറിയത്തില്ല, ജാസിക്ക് മാത്രം അറിയത്തുള്ളൂ, വേറെ ആരും ഒന്നും കാണുന്നില്ല എന്നൊരു മൈൻഡാണ്. അതിന് പറ്റിയൊരു കോന്തനുമുണ്ട് കൂടെ എന്നുള്ളത്. എന്നാൽ ഈ വിവരമില്ലായ്മ കാണിക്കുമ്പോഴത്തേക്ക് അവനേലും പറയല്ലോ നീ ഇങ്ങനെ ചെയ്യാതെ. പിന്നെ ഒരു കാര്യമുണ്ട്, പെറ്റതള്ളയെ വിളിച്ച തെറിക്ക് കണക്കും കഴിയില്ല. അത് കേട്ടിട്ട് പിന്നെ അവിടെ കൂടെ ജീവിക്കുന്ന ഇവരെയൊക്കെ സമ്മതിക്കണ്ടേ? കാര്യം അവർക്ക് അവരുടെ മകനെ തിരിച്ചിട്ടാൻ വേണ്ടി അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. ആഷിയുടെ ഉമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. ആ ഉമ്മേനെ വിളിച്ച തെറി എന്ന് പറഞ്ഞാൽ ഏത് ഒരു പൊട്ടനായൊരു മകനാണെങ്കിൽ പോലും പിന്നെ ആ കാര്യത്തിൽ ഇവനും എന്തോരം കീറ് മേടിച്ച് കിട്ടിയിരിക്കുന്നു ഇവിടെ ഈ ജാസിയുടെ കയ്യിൽ നിന്ന്. ഇവനൊന്നും ഇവളൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ജാസി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാര്യം ഇവനാണോ ഇവളാണോ നമുക്കറിയത്തില്ലല്ലോ. അപ്പം ഈ ജാസി ഈ ആഷിക്കിട്ട് നല്ല കീറ് വെച്ച് കൊടുത്തിട്ടുണ്ട്, നല്ല ഇടി മേടിച്ച് കിട്ടിയതാണ്. കാര്യം ഇങ്ങനെയുള്ളവർക്ക് ഇച്ചിരി ആരോഗ്യം കൂടുതലെന്ന് കേട്ടിട്ടുണ്ട്. കാര്യം ഇവർ ശരിക്കും പറഞ്ഞാൽ പുരുഷനാണ്. അവർ സ്ത്രീയാനായിട്ട് അവർ മനസ്സിലായി വന്ന് അങ്ങനെ വരുന്നതാണ്. വന്നു കഴിയുമ്പോഴെന്നാൽ ഇവർക്ക് ആരോഗ്യത്തിന് കുറവൊന്നും ഇല്ലല്ലോ. ശരിക്കും ഇടി മേടിച്ച് കിട്ടിയെന്നാണ് പറയുന്നത്. കളി കിട്ടാ തരത്ത് പോയിട്ട് ആരീന്ന് വിചാരിച്ചിട്ടാടാ നീയല്ലേ ഈ കളിക്കുന്നേ? അല്ല പിന്നെ അല്ല ഒരു 1 മില്യൺ ഉള്ള ഒരാൾക്ക് ഞാൻ തുറന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഉസിറും പുളിയില്ലാത്തവനെ. അല്ല പിന്നെ ഓന്റെ സിലിക്കോൺ കണ്ടിട്ടുണ്ട് എനക്ക് ഇടാ ഉണ്ടാവാൻ. ഞാനിത് ഒഴിവാക്കി വിട്ടതാണ്. നിന്റെ എല്ലാം ഉണ്ടല്ലോ ഞാൻ ശരിയാക്കി തരാം. ഞാൻ എല്ലാത്തിനും കേട്ടില്ലേ? ബാക്കി കൊടുത്തു. ഇത് നമ്മൾ കണ്ടില്ലേ? അതുപോലെ ഐ ആം സോ ഹാപ്പി. ലൈക്ക് ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അത്രയും വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് അല്ലേ? അപ്പൊ ഒരു സ്ത്രീ പ്രസവിക്കുന്ന പോലാണെന്ന് പറഞ്ഞ് അവർ ബ്രസ്റ്റ് വെച്ചത് ഒരിക്കലുമല്ല. അതും ഇതും രാവും പകലും പോലുള്ള വ്യത്യാസമുണ്ട്. പുള്ളിക്കാരിക്ക് പുള്ളിയല്ല ജാസിക്ക് ശരിക്കും സ്ത്രീ എന്ന് പറഞ്ഞാൽ എൻ്റെ അറിയാൻ മേല സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്നെ ഒരു പെണ്ണ് അവള് വയറ്റി കുഞ്ഞിനെ ചുമക്കുമ്പോൾ മുതൽ അത് ഡെലിവറി കഴിയുന്നിടം വരെ ആ അനുഭവിക്കുന്ന ഒരു ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപൂർവ മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ വോമിറ്റിങ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ലാത്ത. ചിലർക്കെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വോമിറ്റിംഗ് ആണ്, അതിലേറെ ക്ഷീണം. മൊത്തത്തിൽ നമുക്ക് വീട്ടിലുള്ളവരെ പോലും നമുക്ക് ഇഷ്ടം തോന്നത്തില്ല. വീട്ടിലൊരു കുഞ്ഞു കൊച്ചിനെ അതിനോട് പോലും നമുക്കൊരു ഇഷ്ടം തോന്നത്തില്ല. കാര്യം അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഹോർമോണിൻ്റെ ചേഞ്ചസ് കൊണ്ടൊക്കെ വരുന്നൊരു പ്രശ്നമാണ്. ആ ഒരു പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ചിലർ പറയും ഇപ്പം അങ്ങ് ഭയങ്കര മൂശാട്ടെ എന്നൊക്കെ പറയും. പക്ഷേങ്കിൽ അത് അറിയാവുന്നവർക്ക്
മനസ്സിലാകും. എനിക്കൊക്കെ ആണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ മണം ഇഷ്ടമല്ലായിരുന്നു. കൊച്ച് അച്ചു ഇളയാളുണ്ടായപ്പോഴത്തേക്ക് മൂത്തയാൾ അച്ചു വരുമ്പോഴും ഞാൻ പറയും എനിക്ക് അവർക്ക് കൊച്ചു കുഞ്ഞിനൊക്കെ എന്നാ മണം ഇരിക്കാണ്ട് ഒരു മണവും ഇല്ല. പക്ഷെ നമുക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുപോലെ കിടന്നാണ് ഒരു അമ്മയാകുന്നത്. ഒരു കുഞ്ഞിനെ കാണുമ്പോൾ അത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞൊരു കുഞ്ഞിനെ കാണുമ്പം അത് ശരിയാണ്, അങ്ങനെയുള്ളവർക്ക് അത് ഭയങ്കര സന്തോഷം തന്നെയാണ്. അതുവരെ നമ്മൾ ആ ഒരു അനുഭവിച്ച വിഷമങ്ങളെല്ലാം ആ ഒരു പ്രസവ വേദന പോലും നമ്മൾ ആ നിമിഷം മറക്കുകയാണ് ചെയ്യുന്നത് കുഞ്ഞിനെ കാണുമ്പോഴത്തേക്ക്. അതുമായിട്ട് ജാസി ഇതിനോട് താരതമ്യപ്പെടുത്തുന്നത് വളരെ മോശമാണ്. കാര്യം ഇതിനൊക്കെ എതിരെ ശരിക്കും ആരെങ്കിലുമൊക്കെ പ്രതികരിക്കാൻ വേണ്ടത് തന്നെയാണ്. ഇതുകൊണ്ടൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത്. നമുക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഓപ്പറേഷനാണ് കഴിഞ്ഞത്. എന്തൊക്കെയാണ് നാട്ടുകാർക്ക് അറിയേണ്ടത് എനിക്ക് മനസ്സിലായി. നാട്ടുകാർ ചില ആൾക്കാർ ഭയങ്കര സപ്പോർട്ടായിട്ടോ, അതില്ലാന്ന് പറയുന്നില്ല. ചില ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഇവരൊക്കെ അക്കൗണ്ടിൽ എൻ്റെ ഒരു വീഡിയോസ് വരുമ്പോൾ എനിക്ക് അതിനകത്തോളം പ്രൊമോഷൻ അല്ലേ, ഒരു നെഗറ്റീവോ പോസിറ്റീവോ അവർ എന്നെ ചർച്ച ചെയ്യുന്നു. ആരാണ് ഈ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്? ഞാനൊക്കെ മനസ്സിലാവുന്നില്ല. ഇതേപോലത്തെ ആരെങ്കിലും ആയിരിക്കും, മനസ്സിലായില്ലേ? നിന്റെ അതേപോലത്തെ ആൾക്കാരെ നിന്നെ സപ്പോർട്ട് ചെയ്യൂ. അല്ലാണ്ട് ഒരു സ്ത്രീയും ഒരു പുരുഷനും നല്ല ഒരു ട്രാൻസ്ജെൻഡറും നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനക്ക് തോന്നുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവ ഒരു കമന്റ് ഇട്ടിനി, റീച്ചിന് വേണ്ടിയിട്ടല്ലേ പിന്നെ ചെയ്ത്. പിന്നെ നീ എന്ത് ഇത് പൊട്ടിക്കാനാടാ പിന്നെ വീഡിയോ ചെയ്യുന്നത്? എന്തിനാടാ ചെയ്യുന്നത് നീ? നിനക്ക് നിന്റെ മറ്റേ ഇനെയും കൂട്ടിട്ടാണ് കളിച്ചുത്തിരുന്നാ പോരെ? നീ എന്തിനാ യൂട്യൂബിൽ ആരെങ്കിലും വീഡിയോ ഇടുന്നത്? റീച്ചിന് വേണ്ടിട്ടല്ലേ, ഉണ്ടാക്കാൻ തന്നെയല്ലേ, അല്ലാണ്ട് ചേരക്കാനല്ലല്ലോ. അല്ല പിന്നെ എനിക്ക് അല്ല 1 മില്യൺ പൈസ വാങ്ങി ചെയ്യുന്ന 1 മില്യൺ ഉള്ള ആൾക്കാർ പോലെ ട്രോളി. എടാ നിന്നെ ട്രോളും. കാരണം ഉണ്ടല്ലോ, സ്വന്തമായിട്ട് വീട്ടിലെ അമ്മയും അച്ഛനും പിന്നെ പെങ്ങന്മാരും ഒക്കെ ഉള്ള ആൾക്കാർ നിന്നെ ട്രോളും. അത് ട്രോളല്ല, ഒരു തരം പ്രതികരണമാണത്, മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിലും ഈ ബുദ്ധിയില്ലാത്തതിന് എന്തെങ്കിലും ഒരു ബുദ്ധി വരട്ടെ എന്ന് വെച്ചേടാ. ശരിയാണ്, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അത് ആരൊക്കെയാന്നുള്ളത് ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കാം. വീഡിയോയിലൂടെയൊക്കെ ആണെങ്കിലും ഭയങ്കര എട്ടി ഇതൊക്കെ വിളിച്ച് നടക്കുന്ന കണ്ടാൽ തോന്നും ഇവരൊക്കെ ഒന്നിച്ചങ്ങ് നടന്നതാണ്. അതുപോലെയാണ് എട്ടി എന്നൊക്കെ വിളിച്ച് നടക്കുന്നത്. ഇങ്ങനെയൊക്കെ എല്ലാ കോക്കാമ്പിച്ചിയും കാണിച്ച് വെച്ച് ഇവർ ആ ഒരു ടീം, ആ ഒരു ഗ്യാങ് എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എല്ലാ കോക്കാമ്പിച്ചിയും കാണിക്കും, എല്ലാ തോന്നിവാസങ്ങളും സോഷ്യൽ മീഡിയ വന്നിച്ച് പറയുകയും കാണിക്കുകയും എല്ലാം ചെയ്യും. എല്ലാം കാണിച്ച് ഇത് ഒന്നും മിണ്ടാൻ പാടില്ല, ആരും ഒന്നും മിണ്ടാൻ പാടില്ല. ചുമ്മാതാണ്. ഇതെടുത്ത് റിയാക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇവരൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഇത് കാണിക്കുന്നത്. എന്തിനാന്ന് ചോദിച്ചാൽ ഇവരെ അങ്ങനെയും കൂടെ 10 പേര് അറിയാനായിട്ട്. ശരിയാണ്, ഇവർ ഇങ്ങനെയുള്ള കുറച്ച് പേര് ചോദിക്കാറുണ്ട്, ഞങ്ങളെ വിറ്റ ജീവിക്കുന്നത്, ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഇവരൊക്കെ കഞ്ഞി കുടിച്ചു പോകുന്നു, അയ്യോ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കേരളത്തിലുള്ളവർ ജീവിക്കും എന്ന്. എന്നാതാണ് കേട്ടോ, ഇത്രയൊക്കെ കേട്ടാൽ പോലും ഒരിച്ചിരി പോലും വിവരം വെക്കാതെ വീണ്ടും വീണ്ടും കോമാളി ആയിക്കൊണ്ടിരിക്കുമ്പം നമ്മളെപ്പോലുള്ളവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയ കണ്ടന്റുകളായി. അതിൽ കുറ്റമായിട്ട് കാര്യമില്ല. ഒന്നെങ്കിൽ സ്വയം ചിന്തിക്കുക, ചെയ്യുന്ന തെറ്റാണോ എന്നുള്ളത് മനസ്സിലാക്കി നിൽക്കുക. ഇതങ്ങനെയുമല്ല, എന്നതാ പറയുക, എല്ലാം ഒരുമാതിരി അഴിഞ്ഞാട്ടം പോലെ കിടന്നിപ്പം കാണിച്ചു നോക്കുക. എന്നതും ഞങ്ങൾ കാണിക്കും, അവരെ സപ്പോർട്ട് ചെയ്യാൻ കുറേ പേരെന്നാണ്. അതാണ് ഏറ്റവും വലിയൊരിത്. എന്നാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് എടുത്തേക്കുന്നത്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം.